ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ തെങ്ങിൻ പൂക്കുല ലേഹ്യമാണ്. ഇതിനായി വേണ്ടത് കിളുന്തു പൂക്കുലയാണ്. അതുപോലെ ഒരെണ്ണമാണ് ഇതാ നോക്കൂ എൻ്റെ കൈവശമുള്ളത്. ഇതിനു പുറമേ കാണുന്ന പച്ച നിറത്തിലുള്ള കട്ടിയുള്ള തൊലി നമുക്ക് പൊളിച്ച് നീക്കാം. ഈ പൂക്കുല നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. പണ്ടുകാലത്ത് പ്രസവരക്ഷയ്ക്ക് തെങ്ങിൻ പൂക്കുല ലേഹ്യമാണ് കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. നടുവേദന അകലാനും ശരീരപുഷ്ടിക്കും ഇത് വളരെ ഉത്തമമാണ്. അത്രയേറെ ഔഷധ ഗുണമുണ്ട് ഈ ലേഹ്യത്തിന്. പണ്ടൊക്കെ മിക്സിയോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കട്ടിയായ ജോലികളെല്ലാം തന്നെ സ്ത്രീകൾക്ക് ചെയ്യണമായിരുന്നു. അതൊക്കെ ചെയ്യാൻ പ്രസവരക്ഷയായി അവർ കഴിച്ചിരുന്ന ഈ ലേഹ്യം അവർക്ക് പ്രയോജനപ്പെട്ടിരുന്നു. ഇതിനായി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചേരുവകൾ: 1 ചക്കര, പൂക്കുല അരിഞ്ഞത്, ചുക്ക്, ജീരകം, തേങ്ങാപ്പാൽ എന്നിവയാണ്. ഒരു വലിയ തേങ്ങയുടെ പാൽ പിഴിഞ്ഞ് 1-ാം പാൽ 2-ാം പാൽ എന്നിങ്ങനെ 2 പാത്രത്തിലായി മാറ്റിവെച്ചിട്ടുണ്ട്. കുട്ടികളും ഇഷ്ടത്തോടെ കഴിക്കാൻ വേണ്ടി ഞാൻ മറ്റു മരുന്നുകൂട്ടുകൾ ചേർത്തിട്ടില്ല. ചുക്കും ജീരകവും കൂടാതെ ഉലുവ, ശതകുപ്പ, അയമോദകം, കുരുമുളക്, ഏലക്ക ഇവയൊക്കെ ചേർന്ന മരുന്നുകൂട്ടുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇവ പച്ചമരുന്ന് കടകളിൽ നിന്നും കിട്ടും. അത് വാങ്ങി നമ്മൾ ചൂടാക്കി പൊടിച്ച് ലേഹ്യക്കൂട്ടിൽ ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ പൊടിയും വാങ്ങാൻ കിട്ടും. പൊടി വാങ്ങുന്നതാണ് വേഗത്തിൽ നമുക്കിത് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്നത്. ലേഹ്യത്തിലേക്ക് ചക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയ ശേഷമാണ് നമ്മൾ ഈ മരുന്നുകൂട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ അരിഞ്ഞു വെച്ച പൂക്കുല ഇട്ട ശേഷം തേങ്ങാപ്പാൽ, അതായത് 2-ാം പാലും കൂടി ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. അപ്പോൾ ഇത് കാവി നിറത്തിൽ കിട്ടും. പൂക്കുല കിളുന്ത് തന്നെ വേണം കേട്ടോ, എങ്കിൽ മാത്രമേ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ. അതാണ് നമുക്ക് ലേഹ്യത്തിന് ആവശ്യമായതും. ഇനി നമ്മൾക്ക് ഇതിനായുള്ള ചക്കരപ്പാനി തയ്യാറാക്കാം. ശർക്കരയും പാനിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ചക്കരയ്ക്ക് ഔഷധ ഗുണം കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ ചക്കര തന്നെ ഈ ലേഹ്യത്തിനായിട്ട് എടുത്തത്. നന്നായിട്ട് ഉരുക്കിയെടുക്കണം. വളരെ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ട് അത് തണുത്ത ശേഷം അരിച്ച് വേണം ലേഹ്യക്കൂട്ടിൽ നമ്മൾ ചേർക്കുക. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഇളക്കാം. ശർക്കര ഉരുക്കി തണുക്കാൻ മാറ്റിവെച്ചതിന് ശേഷം അടികെട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അത് ചൂടായതിന് ശേഷം വേണം നെയ്യ് ഒഴിക്കാൻ. നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ആ കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അരച്ചു വെച്ച കൂട്ട് എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ, 2-ാം പാലിൽ നമ്മൾ ഈ പൂക്കുല അരച്ച് കലക്കിയത്, അതാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. ഒരിക്കലും ഇതിനകത്ത് വെള്ളം ചേർക്കാൻ പാടില്ല. തേങ്ങാപ്പാലിൽ തന്നെ വേണം ഈ പൂക്കുല നമ്മൾ അരച്ച് എടുക്കാൻ. നന്നായി ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കുക. കുറേ സമയം വേണം നമുക്ക് ഈ ലേഹ്യം തയ്യാറായി വരാൻ. ഒത്തിരി തീയിട്ടാൽ ഇത് അടിക്ക് പിടിച്ചു പോകും. വളരെ ക്ഷമയോടെ ചെയ്യേണ്ട ഒന്നാണ്. ഔഷധ ഗുണമുള്ളത് തയ്യാറാക്കി എടുക്കുമ്പോൾ അങ്ങനെ തന്നെ വേണമല്ലോ. ഇനി നമ്മളിതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 2-ാം പാൽ ഒഴിച്ച് വീണ്ടും ഇളക്കിക്കൊണ്ടേയിരിക്കണം. അത് വീണ്ടും കുറുകണം. ഇളക്കിക്കൊണ്ട് ഇരിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ലേഹ്യക്കൂട്ട് കുറുകി കട്ടിയാകാൻ നമ്മൾ ലാസ്റ്റ് ഒരു സാധനം ചേർത്ത് കൊടുക്കാറുണ്ട്. അതാണ് അരിപ്പൊടി. അത് നമ്മൾ 1-ാം പാലിൻ്റെ കുറച്ചെടുത്ത് അതിലേക്ക് ഈ അരിപ്പൊടി ഇട്ട് നന്നായി ഇളക്കി കട്ടയില്ലാതെ യോജിപ്പിച്ച് വയ്ക്കും. ഇത് നമ്മൾ ലാസ്റ്റ് ഇത് കുറുകി വരാൻ നേരം ഇതും കൂടി ചേർത്ത് ഇളക്കി ആണ് റെഡിയാക്കുന്നത്. അരിപ്പൊടിക്ക് പകരം ചോളപ്പൊടിയോ കൂവപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ധാന്യം വളരെ കുറഞ്ഞളവിൽ മാത്രം മതിയത്. കർക്കിടക മാസത്തിൽ പൂക്കുല ലേഹ്യം ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. കർക്കിടക മാസത്തിലാണല്ലോ എല്ലാവരും ലേഹ്യമൊക്കെ ഉണ്ടാക്കി കൂടുതലായിട്ട് കഴിക്കുന്നത്, ശരീരത്തിന് പുഷ്ടിപ്പെടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറേശ്ശെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും.
എൻ്റെ മകൻ പറയുന്നത് ഇതിന് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണെന്നാണ്. അവനും കഴിക്കാറുണ്ട്. കുട്ടികൾക്ക് കഴിക്കാനാണെങ്കിൽ ഇതേ രീതിയിൽ ഉണ്ടാക്കുക. പ്രസവരക്ഷയ്ക്കാണെങ്കിൽ ഞാൻ മേൽപ്പറഞ്ഞ പച്ചമരുന്നുകൾ കൂടി മരുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ച് ചേർത്തുണ്ടാക്കണേ. നമുക്കിനി കുറുകി വരുന്ന കൂട്ടിലേക്ക് തണുപ്പിച്ച് വെച്ച ചക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ ചുക്ക് പൊടിച്ചതും ജീരകം പൊടിച്ചതും ചേർക്കാവൂ. പൂക്കുല നമുക്ക് സുലഭമായി കിട്ടുന്ന ഒന്നല്ല, പക്ഷേ പ്രസവരക്ഷയ്ക്കൊക്കെ ആകുമ്പോൾ നമ്മൾ തെങ്ങിൽ നിന്ന് അത് എടുപ്പിക്കാൻ പറ്റുന്നതാണ്. തെങ്ങിൻ പൂക്കുല കൊണ്ട് നമുക്ക് കുറുക്കും ഉണ്ടാക്കാം. അങ്ങനെ കുറുക്കിയെടുക്കുന്നതിൽ കുറച്ചെടുത്ത് അടയും തയ്യാറാക്കിയെടുക്കാം. കുറുക്കിലേക്ക് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അടയുണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല രുചികരമായ പോഷകസമൃദ്ധമായ അട നമുക്കതുകൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചക്കര നിങ്ങളുടെ കൈവശം ഇത് കിട്ടുമ്പോൾ ഇല്ലെങ്കിൽ ശർക്കരയും ചേർക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ വേഗത്തിൽ അടിയിൽ പിടിക്കും. തീ കുറച്ചിട്ട് ഇനി ഇതിലേക്ക് ചുക്കും ജീരകവും പൊടിച്ചത് ചേർക്കണം. ഞാനത് രണ്ടും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുകയാണ്. ലേഹ്യത്തിൻ്റെ കൂട്ട് നന്നായി ശരിയായി വന്നാൽ മാത്രമേ ദീർഘനാൾ ഇരിക്കുകയുള്ളൂ. ഇത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് വേഗത്തിൽ തന്നെ തീരും. ഉള്ളിലേഹ്യം പോലെ തന്നെ ഇത് ശരീരത്തിന് നല്ല തണുപ്പ് പ്രദാനം ചെയ്യുന്ന ഒന്നാണ്, ശരീരത്തിൻ്റെ ചൂടകറ്റാൻ. ഇനി ഇതിലേക്ക് പിഴിഞ്ഞു മാറ്റി വെച്ചിരുന്ന ഒന്നാം പാൽ നമുക്ക് ചേർക്കാം. പൂക്കുല അരച്ചതും ചക്കരയും നന്നായി കുറുകി വരുന്നുണ്ട്. ഇനിയാണ് പാലൊഴിച്ച് കൊടുക്കേണ്ടത്, ഒന്നാം പാൽ. വീണ്ടും ഇളക്കി കുറുകുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇടയ്ക്ക് അല്പം നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കുക. നെയ്യ് കുറേശ്ശെ വീതം ഒഴിച്ച് കൊടുത്താൽ മതി, കുറേ ഒഴിക്കേണ്ട. കുറേശ്ശെ ഇടയ്ക്കായിട്ട് ഒഴിച്ച് കൊടുക്കണം. ഒന്നാം പാലും നന്നായി യോജിച്ച് ചേർന്നതിന് ശേഷം നമ്മൾ ഒന്നാം പാലിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അരിപ്പൊടി നന്നായിട്ട് ഇളക്കി അത് ചേർക്കണം. ലേഹ്യം കുറുകി ടൈറ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത്. ലേഹ്യം നന്നായി ടൈറ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് പൂക്കുല ലേഹ്യം ഉണ്ടാക്കുന്നത്. നിങ്ങളും ഈ ലേഹ്യം ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക.